നമുക്കൊരു വീഡിയോ കാണാം. സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വാങ്ങിച്ചു നിൽക്കാൻ എനിക്ക് അത്ര ഉളുപ്പില്ലായ്മ ഇല്ല. അയ്യോ, ജോലി ചെയ്ത് തന്നെ തന്നെ നിൽക്കുന്ന രണ്ടുപേരാണെങ്കിൽ റെസ്പെക്ട് ചെയ്ത് അങ്ങനത്തെ നിൽക്കുന്നവരല്ല. വീട്ടിലോട്ട് പോലും കേട്ടത്തോളുമാരാ. അയ്യോ, എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി കിടന്ന്. വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. ആക്ച്വലി ഇത് കുറച്ച് ലേറ്റ് ആണ്, എനിക്കറിയാം. ഇന്നലെ പൊട്ടിയ സംഭവമാണ്. സം സിറ്റുവേഷൻസ് എനിക്ക് ഇന്നലെ അത് അപ്ഡേറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും പറ്റിയില്ല. ഓക്കെ, സോ ഭയങ്കര ബോസി ക്യാരക്ടറാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. തുടക്കം ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ഐ ജസ്റ്റ് ഒബ്സർവ്ഡ് ആൻഡ് ഓപ്പൺലി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ്, അതും റോങ് രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്. എന്നാൽ അത്ര വലിയ ആറ്റിറ്റ്യൂഡുള്ള ആളുമല്ല. കാരണം അഖിൽമാരൊക്കെ വന്ന് ഇപ്പോൾ 70 എംപോസിൽ പോകുന്ന വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആളുകളുടെ ആ ഒരു സ്റ്റാറ്റസും ആളുടെ ഒരു ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ലക്ഷ്മി ഒരു പക്ഷേ മിങ്കിളാവുന്നുണ്ടാവുക. ഭയങ്കര ബോസി ക്യാരക്ടറാണ്. ഈവൻ ലാലേട്ടനോട് പോലും ലാലേട്ടനാണോ ലക്ഷ്മിയാണോ ഹോസ്റ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നു. നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും ഇരുന്നതിന് ശേഷം ആവാം. അപ്പം ഈവൻ ആരും വരെ അവിടെ ആ സമയത്ത് കളിയാക്കുന്നുണ്ട്. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ നമ്മുടെ ചെരുപ്പിന്റെ ടാസ്കിൽ ആളുടെ കയ്യിൽ നിന്ന് പോയി. ഇതിനു മുമ്പ് സീസൺ 5 ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, ഒരു ലേഡി കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ബോസി ടൈപ്പും അത് ചെയ്യരുതെന്ന് ഓരോരുത്തർക്ക് റൂൾ കൊടുക്കും. എന്നാൽ അയാൾ അത് തന്നെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആക്ച്വലി ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ അക്ബറിനോട് മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ആ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ആ ഒരു ലക്ഷ്മി സംസാരിച്ച ഒരു കോൺവെർസേഷൻ. സമൂഹത്തിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കൊള്ളാത്തവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. ആക്ച്വലി ഇത് ആദിലും നോറയും പറ്റിയിട്ടാണ്. അവർക്ക് അത് അൺഫോർച്ചുനേറ്റ്ലി ലക്ഷ്മിയുടെ ഭാഗ്യം കൊണ്ടും ഇവരുടെ അൺഫോർച്ചുനേറ്റ്ലിയും കാരണം മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പൊ കലങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും വൃത്തികെട്ട ഒരു സംസാരമാണ്. ആള് ഭയങ്കര ക്ലിയർ ആയിട്ടാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. ഇതേ തന്നെ ബോസി ക്യാരക്ടറാണ്. അത് അവിടെ പോയി, അത് അങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തോ ഭയങ്കര സംഭവം പോലെയാണ് ആള് സംസാരിക്കുന്നത്. വെറും ഷോ മാത്രമാണ്. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ബോസി ക്യാരക്ടർ നിർത്തുന്നുള്ളത്. അപ്പൊ ഈ ഒരു സംസാരം അവിടെ സംസാരിച്ചത് ലിറ്ററലി റോങ് ആണ്. ഇത് ലിറ്ററലി കമ്മ്യൂണിറ്റിക്ക് അഗൻസ്റ്റ് ആണ്. കാരണം അതിലെ നോറയെ പോലത്തെ ആളുകൾ സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ കൊള്ളില്ലാത്തവരാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. എന്തടിസ്ഥാനത്തിലാണ് ലക്ഷ്മി എന്ന് സംസാരിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് രണ്ട് ഹ്യൂമൻ ബീയിങ്സ്, രണ്ട് ഇൻഡിവിജ്വൽ, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ജീവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വിഷയം ആർക്കും ഉണ്ടാവുന്നില്ല അല്ലെ. സൊസൈറ്റിയിൽ വിഷയം വരുന്നില്ല, ലക്ഷ്മിയുടെ വീട്ടിൽ വിഷയം വരില്ല. ലക്ഷ്മിയുടെ വീട്ടിൽ ലക്ഷ്മി കേട്ടാൻ ഇഷ്ടമില്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പദപ്രയോഗം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചാൽ ലക്ഷ്മി പണിഷബിൾ ആണ്. യെല്ലോ കാർഡ് കൊടുക്കണം, ഡയറക്റ്റ് നോമിനേഷനിൽ കൊടുക്കണം. അതല്ല പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയാ, നല്ല പണിഷ്മെന്റ് തന്നെ കൊടുക്കണം. അത് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് കമ്മ്യൂണിറ്റി ലിറ്ററലി ഇൻസൾട്ട് ചെയ്തിട്ട് ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ ലക്ഷ്മി സംസാരിച്ചത് റോങ് ടോക്ക് തന്നെയാണ്. അവർ അവരുടേതായ രീതിയിൽ ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുന്നു. ആരെങ്കിലും പറ്റിക്കുന്നുണ്ടോ, മോഷ്ടിക്കുന്നുണ്ടോ, ആരെങ്കിലും കൊല്ലുന്നുണ്ടോ, എന്തടിസ്ഥാനത്തിലാണ് അവർ രണ്ട് ലെസ്ബിയൻസ് എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ, അവരുടെ പാരന്റ്സ് അവരുടേതായ ചില തോട്ട്സ് കാര്യങ്ങൾ കൊണ്ട് അത് അവരുടെ ഇൻഡി പേഴ്സണൽ കാര്യങ്ങളാണ്. അത് അവർ ചെയ്യുന്നില്ല. ഏതോ നമുക്കതൊന്നും ഗെയിമിലോട്ടോ അല്ലെങ്കിൽ ഇത്ര വലിയ ഷോയിലോട്ട് എടുത്തിടേണ്ട ആവശ്യമില്ല. അപ്പോ ഡീസന്റ് ആയിട്ട് മാന്യം മര്യാദയായിട്ട് സമൂഹത്തില് ആൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് രണ്ടുപേർക്ക് അവർ തമ്മിൽ ഇഷ്ടമാണ്, അവർ ജീവിക്കുന്നു. അതിനിവിടെ ആർക്കും ഒരു വിഷയവുമില്ല. ലക്ഷ്മിയെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് ഇത്രയും സംസാരിച്ച സ്ഥിതിക്ക് സ്പോട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് വിടണ്ടാണ്. അത് ലാലേട്ടൻ നല്ല രീതിയിൽ ടേക്കപ്പ് ചെയ്യണം. കാരണം എനിക്ക് അതൊരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു റോങ് ടോക്ക് അവിടെ സംസാരിക്കാൻ പറ്റില്ല. മാന്യമായിട്ട് സംസാരിക്കണം. അക്ബർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അറപ്പാണ്, അടുത്തിരിക്കാൻ തോന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളാണ്. ഇത്രയും വലിയ പ്രശ്നം അതായത് അതിലെന്ന് പറയുന്ന സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാരുടെ മൂഡ് താങ്ങി അക്ബർ നടക്കുന്നു എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് ആയിട്ടുള്ള സംസാരം ലക്ഷ്മീസ് ഗോൺ ഓഫ് ഫയർ. അത് ഒരു രീതിയിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഡയറക്റ്റ് നോമിനേഷൻ എടുത്ത് അടുത്ത ആഴ്ച തന്നെ ആള് വീട്ടിൽ പോയി ഇരുന്നിട്ട് ഈ കണ്ടതും ഒക്കെ ആള് തന്നെ കേട്ടിട്ട് ആള് തന്നെ മനസ്സിലാക്കട്ടെ. കമ്മ്യൂണിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സംസാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിറ്ററലി അതിന്റെ രീതിയിൽ ടേക്കപ്പ് ചെയ്യേണ്ടതാണ്. അതൊരു കേവലം ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ സോറി ലാലേട്ട പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞാന്നൊന്നും പറഞ്ഞാൽ റെഡി ആവില്ല. അത് അതിലേക്ക് നോറിക്കും മനസ്സിലായെങ്കിലും ഓറ എടുത്തിട്ട് അടിച്ച് ചുമരിൽ ചുരുട്ടി കയറ്റിയെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എന്തർത്ഥത്തിലാണ് ആ ഒരു സംസാരിച്ചിരിക്കുന്നത്? അവർ അതിന് മാത്രം എന്ത് മോശമാണ് ചെയ്തത്? ഏത് രീതിയിലാണ് അവർ മോശക്കാരാകുന്നത്? എല്ലാവരെ പോലെ തന്നെ അവരും ജീവിക്കുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ആരുടെ ജീവിതത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല, സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഈവൻ ലക്ഷ്മിയുടെ വീട്ടിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെ വീട്ടുകാർക്കോ ലക്ഷ്മിക്കോ ആർക്കും ഒരു വിഷയമില്ല. ലക്ഷ്മി ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇപ്പോഴും ലക്ഷ്മിയുടെ വീട്ടിൽ അരി വേവുന്നതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. സമൂഹത്തിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാര് എന്നുള്ളൊരു പദപ്രയോഗം പറയേണ്ട കാര്യം എന്താണ്? അവർ അധ്വാനിച്ച് ജീവിച്ച് അവരുടേതായ രീതിയിലുള്ള ലേബൽ ഉണ്ടാക്കിയിട്ടാണ് അവരിപ്പോ ബിഗ് ബോസിൽ നിൽക്കുന്നത്. അപ്പൊ അവർ അതിൻ്റെതായ രീതിയിൽ ഗെയിം സ്ട്രാറ്റജി കാണിക്കുന്നുണ്ട്.
ലക്ഷ്മി ഈസ് ഗോൺ സ്ക്രൂ അത് ഇപ്പൊ തന്നെ ചവിട്ടി പുറത്തേക്ക് ഇടാൻ പറ്റുകഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഇത്രയും വലിയൊരു ബോസി ആറ്റിറ്റ്യൂഡ് മാന്യമര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സംസാരം സംസാരിച്ചേക്കുന്നത്. അതിന് പണ്ടത്തെ ആൾക്കാർ ഒരു പ്രോവർബ് പറയും, അത് 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 അങ്ങനെയാണത്. അത് അങ്ങനത്തെ രീതിയിലൊരു പ്രോവർബാണ്, അത് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ലക്ഷ്മി ഇനി അവിടെ വേണ്ട, അത് ബെറ്റർ വീട്ടിൽ പോയിരിക്കുന്നതാണ് നല്ലത്.